അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദിൽ വാഹിദിൽ ഖഹാർ അൽ മുഹൈമിനിൽ ജബ്ബാർ അൽ അസീസിൽ ഗഫാർ അസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനൽ മുഖ്താർ വഅലാ ആലിഹി വസ്ഹബിഹിൽ അഖിയാർ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഇസ്ലാമും മുസ്ലിങ്ങളും ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈയൊരു സാഹചര്യത്തിൽ ആരാണ് മുസ്ലിം എന്നും എന്താണ് ഇസ്ലാം എന്നും വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ ലോകത്തിന് പകർന്നു നൽകുന്ന ഈയൊരു മഹത്തായ സംരംഭം ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ്. വേദവെളിച്ചത്തിൻ്റെ തണലിൽ കുളിരണിയുന്നതോടുകൂടെ തന്നെ ലോകത്തിന് വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം പകരുവാൻ ഈയൊരു പ്രവർത്തനം ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ അതിലെ രണ്ടാം ഭാഗം, രണ്ടാമത്തെ ജുസ് ആരംഭിക്കുന്നത് 142 വചനം മുതൽ 252 വചനം വരെയാണ്. സൂറത്തുൽ ബഖറയിലെ 111 വരുന്ന ആയത്തുകൾ 30-ലധികം വിഷയങ്ങളുമായി പറയപ്പെടുന്ന, അവതരിപ്പിക്കപ്പെടുന്ന വചനങ്ങളാണ് ഈ ജുസയിൽ ഉൾക്കൊള്ളുന്നത്. രണ്ടാം ജുസയിലെ ആദ്യ ഭാഗമായ 142 മുതൽ 152 വരെ വചനങ്ങളിൽ മുസ്ലിങ്ങളുടെ ആദ്യ ഖിബിലയായിരുന്ന ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിൽ നിന്നും മക്കയിലെ കഅബയിലേക്ക് ഖിബിലയെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഖിബില മാറ്റവുമായി ബന്ധപ്പെട്ട് വേദക്കാരുടെ ആരോപണങ്ങളും അതിനുള്ള കൃത്യമായ മറുപടിയുമാണ് ഈ ഭാഗത്ത് പറയുന്ന മറ്റൊരു കാര്യം. അതോടൊപ്പം ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒരുപാടുണ്ടാകുമെന്നും അതുകേട്ട് ഭയപ്പെടേണ്ട ആവശ്യം വിശ്വാസികൾക്കില്ല എന്നും അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ഭയപ്പെടാവൂ എന്ന് വിശ്വാസികളോടായി പറയുകയും ചെയ്യുന്നു. 152 വചനത്തിൽ ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറുൻ, നിങ്ങൾ എന്നെ ഓർക്കുക എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. 153 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത് വിശ്വാസിയുടെ ജീവിതത്തിൽ എന്നുമെന്നും ഉണ്ടായിരിക്കേണ്ട ക്ഷമയും നമസ്കാരവും കൊണ്ട് അള്ളാഹുവോട് സഹായം തേടണമെന്ന് വിശ്വാസികളോടായി ആഹ്വാനം ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 45 വചനത്തിലൂടെ ഇതേ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, നിങ്ങൾ ക്ഷമയോടെ നമസ്കാരത്തോടുകൂടെ
നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഭയഭക്തിയില്ലാത്ത ആളുകൾക്ക് അത് വലിയ പ്രയാസം നിറഞ്ഞതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. 154-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകൾക്ക് അവരുടെ പദവിയെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്തു ആൽ ഇംറാനിലെ 169, 171 വരെയുള്ള വചനങ്ങളിൽ ഈ വിഷയത്തെപ്പറ്റി കൂടുതലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുമുണ്ട്. 155 മുതൽ 157 വരെയുള്ള വചനങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിശ്വാസികൾക്ക് ബാധിക്കാനിടയുണ്ട് എന്നും അത്തരം പരീക്ഷണഘട്ടങ്ങളിൽ തളരാനോ വിളർച്ച ബാധിക്കുവാനോ ഒരിക്കലും വിശ്വാസിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നും അചഞ്ചലമായ വിശ്വാസത്തിന്റെ കരുത്തിനാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രഖ്യാപിച്ച ക്ഷമയോടെ അതിനെ നേരിടുക എന്നതാണ് വിശ്വാസി ചെയ്യേണ്ടത് എന്നും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ക്ഷമ കൈകൊള്ളുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം നൽകുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. 158-ാം വചനത്തിൽ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളായ സഫ മർവ കുന്നുകളെക്കുറിച്ചും അതിനിടയിൽ സഅയ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. സൂറത്തു ഹജ്ജിലെ 32-ാം വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിൽ തഖ്വയുള്ള ആളുകളിൽ നിന്നായിരിക്കും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന ഒരവസ്ഥയുണ്ടാവുക എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 159 മുതൽ 163 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു ഉണർത്തുന്നത്, അള്ളാഹുവിൻ്റെ വചനങ്ങളെ മറച്ചുവെക്കുകയും ജനങ്ങളെ വഴികേടിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പുരോഹിതവർഗത്തിനും അവരെ അന്ധമായി അനുകരിക്കുന്ന ആളുകൾക്കും ശാപമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. അത്തരം പുരോഹിതവർഗങ്ങളെ അന്ധമായി അനുകരിച്ച് തങ്ങളുടെ വിശ്വാസത്തെ മലീമസമാക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർ മരണപ്പെട്ടു പോയാൽ അവർക്ക് അല്ലാഹുവിൻ്റെയും മലക്കുകളുടെയും മറ്റുള്ള സർവരുടെയും ശാപമുണ്ടായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുന്നു. 164 മുതൽ 167 വരെയുള്ള വചനങ്ങളിൽ ബുദ്ധിയും വിവേകവുമുള്ള ഏതൊരു മനുഷ്യനും അവന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതങ്ങൾ തന്നെ ധാരാളമുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ബുദ്ധിശൂന്യരായ ആളുകൾ യാതൊരു ചിന്തയും ആലോചനയുമില്ലാതെ തങ്ങളുടെ സൃഷ്ടാവിൽ നിന്ന് അകലുകയും സൃഷ്ടികളിലേക്ക് വഴിമാറി സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അത് തങ്ങളുടെ വിശ്വാസത്തെ ശിർക്കിനാൽ മലീമസമാക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയും അതോടൊപ്പം അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്നും തങ്ങളെ വഴികേടിലാക്കിയ തങ്ങളുടെ നേതാക്കളും പണ്ഡിതന്മാരും പരലോകത്ത് വെച്ച് അവരെ തള്ളിപ്പറയുന്ന വളരെ ദയനീയമായ ഒരവസ്ഥ വന്നു ചേരുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. 168 മുതൽ 173 വരെയുള്ള വചനങ്ങളിൽ മനുഷ്യരായ ആളുകൾ കഴിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രതിപാദിക്കുന്നത്. ഭക്ഷണം ഹലാലായിരിക്കുകയും ത്വയ്യിബായിരിക്കണം എന്നും ആ വചനം സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വായനയ്ക്ക് വേണ്ടിയും പഠനത്തിനു വേണ്ടിയും സൂറത്തു അൻആമിലെ 145, മാഇദയിലെ 4-ാം വചനവും നഹ്ലിലെ 5-ാം വചനവും ഈ വിഷയകരമായി പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിശാചിന്റെ ചീത്ത പ്രവർത്തനങ്ങളെ മുന്നറിയിപ്പ് നൽകുകയും പിശാചിനെ കരുതിയിരിക്കണമെന്നും ആ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു. 174 മുതൽ 176 വരെയുള്ള വചനങ്ങളിൽ വിശുദ്ധ വചനങ്ങളെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മറച്ചുവെക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്തു ജീവിക്കുന്ന പുരോഹിത വർഗത്തിന് കടുത്ത ശിക്ഷയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയാണ്. 177-ാം വചനത്തിൽ അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്ന് അകലുകയും അള്ളാഹുവിനോടും മറ്റുള്ളവരോടുമുള്ള ബാധ്യതാ നിർവഹണത്തിൽ
വീഴ്ചമരുത്തി മതത്തിന്റെ രൂപങ്ങളും അടയാളങ്ങളും മാത്രമായി ജീവിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് യാതൊരു പുണ്യവും ലഭിക്കാനില്ല എന്ന പ്രഖ്യാപനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. 178 മുതൽ 179 വരെയുള്ള വചനങ്ങളിൽ അനീതിയും അക്രമവും കൊലപാതകവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമകാലിക രംഗത്ത് അത്തരം കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായ പ്രതിക്രിയകൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. 180 മുതൽ 182 വരെയുള്ള വചനങ്ങളിൽ സ്വന്തം മാതാപിതാക്കളെ പോലും വീട്ടിൽ നിന്ന് ആട്ടിയകറ്റി സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് പിന്നാലെ പോകുന്ന, അതിനുവേണ്ടി താല്പര്യം കാണുന്ന പുതിയ കാലത്ത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കുമുള്ള വസിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ സൂറത്തുൻ നിസായിലെ 11-12 വചനങ്ങൾ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ആ ഭാഗത്തും അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൻ നിസായിലെ അവസാന വചനമായ 176 വചനത്തിലും ഈ വിഷയകരമായി സംസാരിക്കുന്നുണ്ട്. 183 മുതൽ 187 വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധ റമളാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. നോമ്പിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾക്കിടയിൽ തന്നെ 186 വചനത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി അള്ളാഹു സൂചിപ്പിക്കുന്നു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലിയസ്തജീബു ലി വൽയുഅ്മിനൂ ബിഹി ലഅല്ലഹും യുർഷിദുൻ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ് എന്ന് അവരോട് പറഞ്ഞേക്കുക. അവർ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന സൂചന പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കൃത്യമായി അള്ളാഹു ഉണർത്തുന്നു. 188 വചനത്തിൽ സാമ്പത്തിക ചൂഷണവും അന്യന്റെ സ്വത്ത് തട്ടിയെടുക്കുവാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു നടക്കുന്ന പുതിയ കാലത്ത് അന്യന്റെ സ്വത്ത് അനുവദനീയമല്ല എന്നും അത് നിന്റേതാക്കി മാറ്റുവാൻ അനീതിയുടെ ഒരു പ്രവർത്തനവും നിന്നിൽ നിന്നുണ്ടാകരുത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടായി പറയുന്നു. 189 വചനത്തിൽ പ്രകൃതിയിൽ സംവിധാനിച്ച ഓരോ സംവിധാനങ്ങളും ലോകക്രമത്തിന് അനിവാര്യമാണെന്നും എന്ന യാഥാർത്ഥ്യം ചന്ദ്രക്കലകളെക്കുറിച്ച് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചുകൊണ്ട് അള്ളാഹു നമ്മോടായി ഉണർത്തുന്നുണ്ട്. 190 മുതൽ 194 വരെയുള്ള വചനങ്ങളിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾക്കുമേൽ കടന്നു കയറി അവരുടെ വീടും നാടും സമ്പത്തുമെല്ലാം യുദ്ധത്തിലൂടെയും മറ്റും കൊള്ളയടിക്കുന്ന സമകാലിക ചുറ്റുപാടിൽ യുദ്ധ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നു. 195 അള്ളാഹു നൽകിയ സമ്പത്ത് അവന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ ഒരിക്കലും വിശ്വാസി പിശുക്ക് കാണിക്കരുതെന്നും അങ്ങനെ പിശുക്ക് കാണിച്ചാൽ അത് നാശത്തിലേക്കാണ് നയിക്കുക എന്നും അള്ളാഹു ഉണർത്തുന്നു. 196 മുതൽ 203 വരെയുള്ള വചനങ്ങളിൽ ആരാധനാ കാര്യങ്ങളിലേറെ പ്രധാനപ്പെട്ട ഹജ്ജ്, ഉംറ കർമ്മങ്ങളെക്കുറിച്ചും അതിൻ്റെ നിബന്ധനകളെക്കുറിച്ചുമാണ് സൂചിപ്പിക്കുന്നത്. 204 മുതൽ 210 വരെയുള്ള വചനങ്ങളിൽ ആകർഷണീയമായ സംസാര ശൈലിയോടെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന കപടന്മാരെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. അതോടൊപ്പം ലോകരക്ഷിതാവിന്റെ പ്രീതി കരസ്ഥമാക്കുവാൻ ശ്രമിക്കുന്ന വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സൂചന നൽകുന്നു. 211 മുതൽ 212 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ആസ്വദിച്ച് അതിന് നന്ദി കാണിക്കേണ്ടതിന് പകരം അള്ളാഹുവിൽ നിന്ന് തന്നെ അകന്നു ജീവിച്ചാൽ ലഭിക്കുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. സത്യനിഷേധികൾക്ക് ഈ ലോകം അലങ്കാരമാണെന്നും എന്നാൽ വിശ്വാസികൾക്കേറെ പരിഹാസവും ആക്ഷേപവും ലഭ്യമാകുന്ന ഈ ഒരു നാട്ടിൽ, ഈ ഒരു ലോകത്ത് അതിനുള്ള പ്രതിഫലം പരലോകത്ത് വെച്ച് അവർക്ക് ലഭ്യമാകുമെന്നും സത്യനിഷേധികളെക്കാൾ ഉത്തമരായ ആളുകൾ വിശ്വാസികൾ തന്നെയായിരിക്കുമെന്നും അള്ളാഹു പ്രഖ്യാപിക്കുന്നു. 213 മുതൽ 214 വരെയുള്ള വചനങ്ങളിൽ മനുഷ്യരൊറ്റ സമുദായമായിരുന്നു എന്നും പരസ്പരമുള്ള മത്സരങ്ങളാണ് അവരെ ഭിന്നിപ്പിച്ചത് എന്നും ഉണർത്തുന്നുണ്ട്. ആരകന്നു പോയാലും സത്യത്തിലേക്ക് വഴി നടക്കുന്ന വിശ്വാസികളെ അള്ളാഹു നിലനിർത്തുമെന്നും അള്ളാഹു പ്രഖ്യാപിക്കുന്നു.
പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വിശ്വാസികൾക്കെന്നും ഉണ്ടാകുമെന്നും അത് മുമ്പ് ജീവിച്ചിരുന്ന ഓരോ സമുദായത്തിനും ഉണ്ടായിട്ടുണ്ടെന്നും അതാണ് സ്വർഗപ്രവേശനത്തിലുള്ള കാരണമെന്നും അള്ളാഹു നമ്മോടായി പറയുന്നുണ്ട്. 215 വചനത്തിൽ ചെലവഴിക്കേണ്ട വസ്തുക്കളെക്കുറിച്ചും അതാർക്കൊക്കെയാണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. 216 മുതൽ 218 വരെയുള്ള വചനങ്ങളിൽ സ്വന്തം നാട്ടിൽ തന്റെ വിശ്വാസവുമായി ജീവിക്കുവാൻ അനുവദിക്കപ്പെടാതെയും നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ധർമ്മസമരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളിലാണ് പ്രതിരോധിക്കേണ്ടി വരുന്നൊരു സാഹചര്യം വരുന്നതെങ്കിൽ ആ സമയത്തും അതിന് തെറ്റില്ല എന്നും അള്ളാഹു ആ ഭാഗത്ത് പ്രതിപാദിക്കുന്നു. 219 മുതൽ 220 വരെയുള്ള വചനങ്ങളിൽ മദ്യത്തെക്കുറിച്ചും എന്ത് ചെലവഴിക്കണമെന്നും അനാഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് പറയുന്നത്. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഇറങ്ങിയ വചനമാണ് സൂറത്തുൽ ബഖറയിലെ ഈ ഭാഗം. മദ്യം ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണെന്നും ഈ ഭാഗം പറയുന്നുണ്ട്. അതോടൊപ്പം ലഹരി ബാധിച്ച നിലയിൽ നമസ്കരിക്കരുതെന്ന് സൂറത്തു നിസായിലെ 43-ാം വചനവും പരിപൂർണമായി മദ്യം നിരോധിച്ചുകൊണ്ടുള്ള വചനമായി സൂറത്തു മാഇദയിലെ 90-91 വചനങ്ങളും ഇതോടുകൂടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. 221 മുതൽ 223 വരെയുള്ള വചനങ്ങളിൽ വിശ്വാസികളായ ആളുകൾ ബഹുദൈവ വിശ്വാസികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടുകൂടാ എന്ന കാര്യം വ്യക്തമാക്കുന്നു. സ്ത്രീകളുടെ ആർത്തവുമായി ബന്ധപ്പെട്ടും അവരോട് അകൽച്ച പാലിച്ചിരുന്ന ഒരു സമൂഹത്തിൽ അവരെ അകറ്റി നിർത്തേണ്ടവരല്ല എന്നും ചേർത്തു നിർത്തേണ്ടവരാണ് എന്നും സൂചന നൽകിക്കൊണ്ടാണ് ഈ വചനം അവസാനിക്കുന്നത്. അതോടൊപ്പം ഭാര്യമാരുമായി അസമയങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മാത്രമാണ് നിഷിദ്ധമെന്നും ബാക്കിയുള്ള ചേർത്തു നിർത്തുന്നതും അടുപ്പിച്ചു നിർത്തുന്നതും യാതൊരു തെറ്റും കുറ്റവുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. 224 മുതൽ 225 വരെയുള്ള വചനങ്ങൾ നന്മകൾ ചെയ്യില്ലെന്ന് ശപഥം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ നന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു പ്രവണത വിശ്വാസികൾക്ക് ഭൂഷണമല്ലെന്നും ആ ശപഥം തിരുത്തുന്നത് കുറ്റകരമല്ല എന്നും ഉള്ള ഭാഗമാണ് പറയുന്നത്. 226 മുതൽ 232 വരെയുള്ള ഭാഗങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കുവാൻ ഒരിക്കലും സാധ്യമല്ലാത്തൊരവസ്ഥയിൽ അവർക്ക് വിവാഹമോചനമാവാമെന്നും അതിന്റെ നിയമവശങ്ങളെക്കുറിച്ചും സൂചന നൽകുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഇദ്ദയുടെ കാലഘട്ടത്തെക്കുറിച്ചും ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തു അഹ്സാബിലെ 49-ാം വചനം കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 233-ാം വചനത്തിൽ ഒരു കുട്ടി പിറന്നാൽ 2 വർഷക്കാലം മുലപ്പാൽ നൽകുക എന്നുള്ളത് അത് കുട്ടിയുടെ അവകാശവും അത് മാതാവിന്റെ ഉത്തരവാദിത്വവുമായി ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം മാതാവിന് ചെലവ് കൊടുക്കാനുള്ള ബാധ്യത ഭർത്താവിനാണെന്നും ഭർത്താവിന്റെ അഭാവത്തിൽ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ ഭർത്താവിന്റെ കുടുംബത്തിന്റെ ബാധ്യതയാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്. 234 മുതൽ 237 കൂടിയ വചനങ്ങളിൽ ഭർത്താവ് മരണപ്പെട്ടാൽ ഇദ്ദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 238 മുതൽ 239 വരെയുള്ള വചനങ്ങളിൽ നമസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും പ്രത്യേകിച്ച് ഉത്കൃഷ്ട നമസ്കാരത്തിൽ അത് പാലിക്കണമെന്നുമുള്ള ഉണർത്തലാണ് അവിടെയുള്ളത്. അതോടൊപ്പം യുദ്ധ സാഹചര്യത്തിലാണെങ്കിൽ പോലും നമസ്കാരം ഒരിക്കലും വിശ്വാസിക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നും അത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. 240 മുതൽ 242 വരെയുള്ള വചനങ്ങളിൽ ഭർത്താവ് മരണപ്പെട്ടതോ തൊലാക്ക് ചൊല്ലപ്പെട്ടതോ ആയ സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും വിവാഹമോചനം ചെയ്യപ്പെട്ടവർക്ക് ജീവിത വിഭവം നൽകണമെന്നും അള്ളാഹു ഉണർത്തുന്നു. 243 മുതൽ 245 വരെയുള്ള വചനങ്ങളിൽ ശത്രുക്കളോടുള്ള ഭയവും പടർന്നു പിടിക്കുന്ന മാരക രോഗങ്ങളും കാരണം അവിടെ നിന്ന് മരണഭയം കൊണ്ട് പിന്തിരിഞ്ഞോടരുതെന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കണമെന്നും ഉണർത്തുന്നു. അവസാന ഭാഗത്ത് 246 മുതൽ 252 കൂടിയ വചനങ്ങളിൽ ഇസ്രായേല്യർ തങ്ങളുടെ പ്രവാചകനോട് തങ്ങൾക്കൊരു രാജാവിനെ ആവശ്യപ്പെട്ടുകൊണ്ട്
ഒരു ചരിത്ര സംഭവം ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നു. താലൂത്തിന് അവർക്ക് രാജാവായി നൽകുകയും ജാലൂത്തുമായി ഒരു യുദ്ധത്തിന് തയ്യാറാവുകയും ഒരു നദിയെ അവർക്ക് പരീക്ഷണമായി നൽകുകയും അതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ആളുകൾ തങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്നും കുടിക്കാത്ത ആളുകളാണ് തൻ്റെ കൂട്ടത്തിൽ പെട്ടവരെന്ന പ്രഖ്യാപനം ഒരു പരീക്ഷണമായി പ്രഖ്യാപിക്കുകയുമുണ്ടായി. അതിനുശേഷം അല്പം ചില ആളുകൾ മാത്രം ആ പരീക്ഷണത്തിൽ വിജയിക്കുകയും യുദ്ധത്തിൽ പോവുകയും ചെയ്തു. ആ യുദ്ധ സാഹചര്യത്തിൽ അവർ തന്നെ പരസ്പരം ജാലൂത്തുമായി ഉള്ള യുദ്ധം തങ്ങൾക്ക് വിജയിക്കുവാൻ സാധ്യമാകുമോ എന്ന സംശയത്തോടുള്ള ആശങ്കപ്പെട്ട സമയത്ത് അവരിൽ തന്നെ വിശ്വാസികളായ ആളുകൾ പരസ്പരം പറഞ്ഞു, കമ്മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅത്തിൻ കസീറ. എത്ര സമുദായങ്ങളാണ്, വലിയ വലിയ ചെറിയ സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തത് ഇതിനില്ല അള്ളാഹുവിൻ്റെ അനുവാദ പ്രകാരം എന്ന ആശ്വാസവാക്കും വല്ലാഹു മഅസ് സ്വാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയുണ്ട് എന്ന കൃത്യമായ ഒരു വിശ്വാസത്തിൻ്റെ ദാർഢ്യവും അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ജാലൂത്തുമായി കണ്ടുമുട്ടിയ സമയത്ത് അവർ പ്രാർത്ഥിച്ചു, റബ്ബന അഫ്രിഗ് അലൈനാ സ്വബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നീ ക്ഷമ നൽകണേ, ഞങ്ങളുടെ കാലുകളെ നീ ഉറപ്പിച്ചു നിർത്തണേ, സത്യനിഷേധികൾക്കെതിരായി ഞങ്ങളെ നീ സഹായിക്കണേ എന്ന പ്രാർത്ഥന അവർ നടത്തുകയും അങ്ങനെ യുദ്ധം നടക്കുകയും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജാലൂത്തിനെ വധിക്കുകയും ആ യുദ്ധത്തിൽ വിശ്വാസികളായ ആളുകൾ വിജയിക്കുകയും ചെയ്തു. അവസാനമായി ഈ ഭാഗത്ത് പറയുന്നത് തിൽക ആയാത്തുല്ലാ നത്ലൂഹാ അലൈക ബിൽ ഹഖ് വ ഇന്നക ലമിനൽ മുർസലീൻ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാകുന്നു ഇവയൊക്കെ, സത്യപ്രകാരം നിനക്ക് നാം ഓതി കേൾപ്പിച്ചു തരുകയാണ് ഇതൊക്കെ. തീർച്ചയായും നീ നമ്മുടെ ദൗത്യവുമായി നിയോഗിക്കപ്പെട്ടവരിൽ ഒരാൾ തന്നെയാകുന്നു എന്ന് പറഞ്ഞ് ഈ ജുസ് അവസാനിക്കുകയാണ്. കൂടുതൽ പഠനത്തിനും ഗവേഷണങ്ങൾക്കും തയ്യാറാവണം എന്നുണർത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي من علينا بإنزال هذا القرآن العظيم ورتب على تلاوته الخير الكثير والفضل العميم. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الموصوف بالصفات الفاضلة الكاملة العليا وإنك لعلى خلق عظيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على
الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. സ്നേഹ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട ഉത്തമ ദാസരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. മതനിരാസത്തിൻ്റെയും മത തീവ്രതയുടെയും മധ്യേയുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ ജുസ് ആരംഭിക്കുന്നിടത്ത് തന്നെ പ്രതിപാദിച്ചിട്ടുള്ള വിഷയമാണ്. സയഖൂലു എന്ന ജുസ് ആയി നാം പറയും. സയഖൂലു സുഫഹാഉ എന്ന് തുടങ്ങുന്ന ജുസ്ഇലെ 2-ാമത്തെ വചനം 143-ാമത്തെ വചനമാണ് കേൾപ്പിച്ചത്. സാക്ഷികളായ മധ്യമ സമൂഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ. വചനം ഇങ്ങനെയാണ്: വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ. അപ്രകാരം നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നു. ലിതകൂനു ശുഹദാഅ അലന്നാസ്. മറ്റുള്ളവർക്ക്, ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകണം. വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കും സാക്ഷിയായിരിക്കും. ശേഷം ഖിബില മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നു. നമ്മുടെ വിഷയവുമായും അതിന് ബന്ധമുണ്ട്. വകദാലിക വമാ ജഅൽനൽ ഖിബ്ലതല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. റസൂലിനെ പിൻപറ്റുന്നതാരൊക്കെയെന്നും പിൻപറ്റാതെ പിന്മാറിക്കളയുന്നതാരൊക്കെയെന്നും തിരിച്ചറിയാൻ വേണ്ടി മാത്രമായിരുന്നു താങ്കൾ ഇതുവരെ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്തെ നാം ഖിബലയായി നിശ്ചയിച്ചത്. പുതിയ ഖിബലയിലേക്ക് മാറുന്നതും അള്ളാഹു നേർവഴിയിലാക്കിയവരൊഴികെ മറ്റെല്ലാവർക്കും ആ ഖിബല മാറ്റം വലിയ പ്രശ്നമാണ്, വിഷമുണ്ടാക്കുന്നുണ്ട്. വഇൻ കാനത് ലകബീറ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്. ഖൈറു ഉമ്മത്തിൻ്റെ, ഉമ്മത്തുൻ വസത്തിൻ്റെ പ്രത്യേകമായ ഒരടയാളം കൂടെയാണത്. വമാ കാന അല്ലാഹു ലിയുദീഅ ഈമാനക്കും. അള്ളാഹു നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കി കളയില്ല. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് അത്യധികം ദയയുള്ളവനും കാരുണ്യമുള്ളവനുമാണ്. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. റഊഫാണ്, റഹീമാണ് എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, ഉമ്മത്തുൻ ഖിയാർ, ഖൈറു ഉമ്മ, ഉമ്മത്തു അദൂൽ, അദ്ലിന്റെ സമൂഹം. ഉമ്മത്തുൻ വസത്ത്, വസത്തിയ്യത്തിന്റെ സമൂഹം. വസത്തിയ്യത്തിൻ്റെയും ഖൈരിയത്തിൻ്റെയും അഫ്ദലിയത്തിൻ്റെയും ആളുകളായ സമൂഹമാണ് മുസ്ലിംകൾ എന്ന്, അതല്ലെങ്കിൽ മുസ്ലിം സമൂഹം അങ്ങനെ ആവണം, ആണ് എന്ന് പഠിപ്പിക്കുകയാണ്.
മതത്തിൻ്റെയും ഭൗതികതയുടെയും വിഷയത്തിൽ ശ്രേഷ്ഠതയുടെയും നീതിയുടെയും മാർഗം സ്വീകരിക്കുന്നതോടൊപ്പം മധ്യമമായ നിലപാട് എടുക്കുന്ന ആയിരിക്കണം അവർ എന്നാണ് ഈ ഭാഗം സൂചിപ്പിക്കുന്നത്. വർത്തമാനകാലത്തെ മതാനുയായികളുടെ ചിത്രത്തിൽ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് രീതികൾ, ശൈലികൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ഭാഗത്ത് ഭൗതികതയോട് തീർത്തും വിരക്തി കാണിച്ചുകൊണ്ട് ഭൗതികമായ കാര്യങ്ങളോടും വിഭവങ്ങളോടും പൂർണ്ണമായും അവയിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ആത്മീയതയുടെ പരമകാഷ്ഠയിൽ ജീവിക്കുന്ന, ആരാധനാ നിമഗ്നതയിൽ മാത്രം ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ദുനിയാവുമായി ഒരു ബന്ധവും വേണ്ട, അങ്ങനെയൊന്നുമില്ല. മറ്റു ചില ആളുകൾ മതത്തിൻ്റെ നിയമങ്ങൾക്ക് ഒട്ടും വില കൽപ്പിക്കാതെ മതം അങ്ങനെ പലതും പറയും, ഞാനതൊന്നും നോക്കാനില്ല. മതം അങ്ങനെ പലതും കൽപ്പിക്കും, പലതും വിരോധിക്കും, ഞാനതൊന്നും നോക്കാറില്ല. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് സമൂഹത്തിൻ്റെ അവസ്ഥകൾക്കൊത്ത് ഞാനങ്ങനെ ജീവിക്കും എന്ന് വില കൽപ്പിക്കാതെ സ്വേച്ഛയിൽ മതിമറന്ന് ജീവിക്കുന്ന ആളുകളെയും കാണാം. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ പറഞ്ഞ വചനങ്ങളിലൂടെ, വിശുദ്ധ ഖുർആൻ ഒരുപാട് വചനങ്ങളിലൂടെ ഇസ്ലാം മതത്തെയും ഇസ്ലാം ഉൾക്കൊള്ളുന്ന മുസ്ലിംകളുടെയും അവരുടെ ശൈലിയെ, നിലപാടിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് മതം എന്നത് ശരീരത്തിൻ്റെ ഭൗതികതയും മനസ്സിൻ്റെ ആത്മീയതയെയും ഉൾച്ചേർന്ന ഒന്നാണ് എന്ന നിലയിലാണ്. ശരീരം മാത്രമല്ല, ശരീരവും മനസ്സും ആത്മാവും അല്ലെങ്കിൽ ദേഹവും ദേഹിയും ചേർന്ന മനുഷ്യന് ദേഹപ്രധാനമായ സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, പ്രവാചകൻ പഠിപ്പിക്കുന്നു. ദേഹീപ്രധാനമായ അവൻ്റെ ഐഹികവും പാരത്രികവുമായ രക്ഷയുടെ മാർഗങ്ങളെയും പഠിപ്പിക്കുന്നു. അവ പിൻപറ്റി സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. 28-ാം അധ്യായം സൂറ അൽ ഖസസിലെ 77-ാം വചനം ശ്രദ്ധേയമാണ് ഈ വിഷയത്തിൽ. അതിങ്ങനെ കേൾക്കാം: وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ഈ വചനത്തിൽ 4 പാർട്ടുകളാണുള്ളത്. 4 പ്രധാനമായ ഭാഗങ്ങൾ, വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ വിഷയവുമായി ബന്ധമുള്ള ഭാഗം തന്നെയാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച പരലോക സ്വർഗഭവനം തേടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യ ഭാഗം. വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ. ദാറുൽ ആഖിറ, സ്വർഗഭവനം നീ തേടണം. നിനക്കല്ലാഹു നൽകിയ വിഭവങ്ങളിൽ നിന്ന്, അതിലൂടെ നിനക്ക് സ്വർഗം വരെ എത്താൻ, സ്വർഗത്തിൽ അനന്തമായി കാലാകാലം ജീവിക്കുവാൻ, സുഖമനുഭവിക്കുവാൻ നിനക്ക് സാധിക്കണം. വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ. എന്നിട്ട് പറയുന്ന 2-ാമത്തെ പാട്ട്, ദുനിയാവിലെ വൈയക്തികവും കുടുംബപരവും സാമൂഹികവുമായ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച്, വിഭവങ്ങളൊന്നും ദുനിയാവിലേന്ത് വേണ്ടെന്ന് വെച്ച് പൂർണ്ണമായ വിരക്തി കാണിച്ച് ആരാധനാ നിമഗ്നതയിൽ മുഴുകുന്ന ആളുകളെ മതം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ് 2-ാമതായി പഠിപ്പിക്കുന്ന ഭാഗം. ഈ ദുനിയാവിൽ നിനക്ക് ജീവിച്ചു പോകാൻ ആവശ്യമായ വിഭവങ്ങൾ നിന്നെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ സംവിധാനിച്ചിട്ടുണ്ട്. ആ സ്വത്ത്, ആ സമ്പത്തുകൾ, ആ വിഭവങ്ങൾ അതൊന്നും തേടുന്നതിൽ നിന്ന് വിരോധിച്ചിട്ടില്ല. അവയൊക്കെ തേടാം. അതിനതിൻ്റെതായ മാർഗങ്ങളുണ്ട്. ഹലാലും ഹറാമും ത്വയ്യിബും നന്മയും തിന്മയുമെല്ലാം പരിശോധിച്ച് നിനക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ, നിനക്കും നിന്റെ കുടുംബത്തിനും ആവശ്യമായ വിഭവങ്ങളെ തേടുക, അത് കണ്ടെത്തുക, അത് സ്വീകരിക്കുക, അനുഭവിക്കുക എന്നതിന് യാതൊരു തടസ്സവുമില്ല. വല തൻസ നസീബക മിനദ് ദുനിയ. ഖൈറു ഉമ്മത്തിൻ്റെ
അല്ലെങ്കിൽ വസത്തുയ്യത്ത് പാലിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ട ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ് ഈ സൂചിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ പാട്ടിൽ പറയുന്നത് നിനക്ക് നൽകപ്പെട്ട വിഭവങ്ങൾ, നിനക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണെന്നും അത് അവർക്ക് നൽകേണ്ടതുണ്ടെന്നും അതോടൊപ്പം നീ തന്നെ വ്യയം ചെയ്യുന്ന സമയത്ത് കുടുംബത്തിനോ നിന്റെ ആവശ്യങ്ങൾക്കോ വേണ്ടി ഭൗതികമായ കാര്യങ്ങൾക്കാണെങ്കിലും വ്യയം ചെയ്യുന്ന സമയത്ത് ധൂർത്തും ആർഭാടവും പാടില്ലെന്നും ബോധ്യപ്പെടുത്തുകയാണ് മൂന്നാമത്തെ ഭാഗം. ഓ അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അള്ളാഹു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ്, ഏറ്റവും നല്ല നിലയിലാണ് നിനക്കൊരുപാട് സുഖാഐശ്വര്യങ്ങളും വിഭവങ്ങളും നൽകിയിട്ടുള്ളത്. അത് നിനക്കില്ലാതിരുന്ന ഒരു കാലം നീ ഒന്ന് ഓർത്തു നോക്കുക. നിന്റെ കയ്യിൽ അതില്ലാതിരുന്ന ഒരു കാലം, ഇല്ലായ്മയുടെ കാലത്ത് നീ വേദനിച്ചതും വിഷമിച്ചതും മറ്റുള്ളവരുടെ നേരെ കൈനീട്ടേണ്ടി വന്നതും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചതും ഓർത്തു നോക്കുക. അങ്ങനെ നിനക്കൊരു നാൾ അള്ളാഹു സമൃദ്ധി നൽകി. ആ സമൃദ്ധി നൽകിയത് അള്ളാഹു നിനക്ക് തന്ന വലിയ ഒരു അനുഗ്രഹ. വ അഹ്സിൻ, നീയും നൽകണം. കമാ അഹ്സനല്ലാഹു ഇലൈക്, അള്ളാഹു നിനക്ക് ഏറ്റവും നല്ല നിലയിൽ നൽകിയതുപോലെ നീ മറ്റുള്ളവർക്ക് കൂടെ നൽകണം. മറ്റുള്ളവരുടെ അവകാശമാണത് എന്ന നിലയിൽ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. മധ്യമ നിലപാട് വിട്ട് അങ്ങേ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളും ഇങ്ങേ തലക്കൽ നിൽക്കുന്നവരുമുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങ് മതഭ്രാന്ത് പിടിച്ച ആളുകളുണ്ട്, തീവ്ര ഭക്തിയുടെ ആളുകളുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. ഇങ്ങേ അറ്റത്ത് ഇതൊന്നുമില്ലാതെ തോന്നിയതുപോലെയുള്ള ജീവിതം അതും അരുത്. മറിച്ച് അവയെല്ലാം ഫസാദാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നാലാമത്തെ ഭാഗം. നിന്റെ ഇഷ്ടം പോലെ നീ ഭൗതികമായ കാര്യങ്ങൾക്ക് നന്മയോ തിന്മയോ നോക്കാതെ എന്തിലും ഏതിലും വാരി എറിയുന്ന, അത് വിവാഹ സന്ദർഭങ്ങളിലായിരുന്നാലും വീട് ഹൗസ് വാമിംഗ് സന്ദർഭങ്ങളിലായിരുന്നാലും മറ്റേതെങ്കിലും കുടുംബ ഫംഗ്ഷനുകളോ മാർഗങ്ങളോ ആയിരുന്നാലും അവിടെയൊക്കെ നിന്റെ ഇഷ്ടം പോലെ വാരിയെറിയുക എന്നത് ഭൂമിയിൽ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണത്. നീ ഈ നാട്ടില്, നിന്റെ നാട്ടിൽ, ലോകത്ത്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവനാകാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ടുള്ള പറഞ്ഞു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹു മുഫ്സിദീങ്ങളായ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല. ഖൈരിയത്തിൻ്റെ, അഫ്ളലിയത്തിൻ്റെ, വസത്തിയത്തിൻ്റെ ആളുകളായി മാറുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളായി മാറും. മാത്രമല്ല, എന്തുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടം? തീർച്ചയായും തനിക്ക് നൽകപ്പെട്ടതിലെ വിഹിതം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ നീങ്ങുകയാണ്. അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതിയെ, ഇബാദത്തുകളെ കുറിച്ച് പഠിക്കാൻ ചെന്ന 3 അംഗ സംഘത്തെക്കുറിച്ചറിയാം. അവർ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗത്ത് ബുഖാരിയുടെ ഹദീസിൽ കാണാൻ പറ്റും, ജാഅത് സലാസത്തു റഹ്ത് ഇല ബുയൂതി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളുടെ വീട്ടിലേക്ക് 3 ആളുകൾ ചെന്നു പ്രവാചകനെ കുറിച്ച് അറിയാനാ. അങ്ങനെ അവർ പറയാ, പ്രവാചകനെ കുറിച്ച് അറിഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, വഅൈന നഹ്നു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ അപേക്ഷിച്ച് നമ്മൾ എവിടെയല്ലേ? ഈ പ്രവാചകനെ അപേക്ഷിച്ച് നമ്മൾ എവിടെയാലേ? നമ്മൾ ഇങ്ങനെയൊന്നും പോരല്ലോ. കാരണം ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ, പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഒരു പാപവും ഇല്ലാത്ത ആളാണ്. എല്ലാം പൊറുക്കപ്പെട്ട മഅസൂമായ പ്രവാചകനല്ലേ. ആ അവസ്ഥയിൽ ഞാനൊക്കെ അല്ലേ, നമ്മളൊക്കെ അല്ലേ, ഇങ്ങനെ ആയാൽ മതിയോ? എത്രയാവണം അല്ലേ എന്ന നിലയിൽ അതിലൊരാൾ പറഞ്ഞു, ഫഇന്നി ഉസല്ലി ലൈല അബദൻ, ഇനി ഞാൻ രാത്രി മുഴുവൻ നിസ്കാരം, എന്നും രാത്രി ഞാൻ നിസ്കാരം ഉറങ്ങൂല എന്ന് പറഞ്ഞു. രണ്ടാമൻ പറഞ്ഞു, അന അസൂമുദ്ദഹ്റ വലാ ഉഫ്തിർ, ഞാൻ എന്നും നോമ്പ് നോൽക്കനി, ഞാൻ നോമ്പ് നോൽക്കാത്ത ദിവസം ഉണ്ടാവില്ല. മൂന്നാമൻ പറഞ്ഞു, അന അഅ്തസിലുൻ നിസാഅ ഫലാ അതസവ്വജു അബദൻ, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കൂല. അഅ്തസിലുൻ നിസാ, സ്ത്രീകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. പ്രവാചകൻ വിവരമറിഞ്ഞു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളല്ലേ ഇങ്ങനെ എന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയ ആൾക്കാർ, വരി
എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുണ്ട്. എന്നിട്ട് എന്താണെന്നറിയോ പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലകിന്നനി അസൂം വ ഉഫ്തിർ. ഞാനേ നോമ്പെടുക്കുന്ന ദിവസമുണ്ട്, നോമ്പെടുക്കാത്ത ദിവസമുണ്ട്. നോമ്പുകാർ റമദാൻ മാസത്തിൽ എല്ലാ നോമ്പും എടുക്കും, അല്ലാത്ത മാസങ്ങളിലും ചില നോമ്പുകൾ എടുക്കാറുണ്ട്. പക്ഷേ നോമ്പെടുക്കാത്ത ദിവസങ്ങൾ ഒരുപാടുണ്ട്. വ ഉസല്ലി വ അർഖുദ്. ഞാൻ നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്. അതേപോലെ തന്നെ വ അതസവ്വജുൻ നിസാ. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് ഖൈർ ഉമ്മത്തിന്റെ, വസതിയ്യത്തിന്റെ ഉമ്മത്തിന്റെ അടയാളം, അതല്ലെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. എൻ്റെ സുന്നത്തിനോട് എതിര് നിൽക്കുന്ന, അതിലപ്പുറം ചെയ്യുന്നത് എതിരാണ് എന്നർത്ഥം. പ്രവാചകൻ ചെയ്തതിനേക്കാളപ്പുറം വേണ്ട. ശരീരത്തോടുള്ള ബാധ്യതകൾ, നമ്മുടെ ശരീരത്തോടുള്ള ബാധ്യത, കുടുംബത്തോടുള്ള ബാധ്യത, സമൂഹത്തോടുള്ള ബാധ്യത എല്ലാം നിറവേറ്റപ്പെടേണ്ടതാണ്. നമ്മളിലൂടെ അതെല്ലാം നടക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. അതിലപ്പുറം ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ആളുകൾ ഉമ്മത്തുൻ വസത്തല്ല, മധ്യമ സമൂഹമല്ല എന്ന് നോക്കാം. നിങ്ങൾ സുന്നത്തി എന്ന് പറഞ്ഞത് എല്ലാ മേഖലയിലും ബാധകമാണെന്ന് പറയുമ്പോൾ രാത്രി നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ പഠിപ്പിച്ച കാര്യം എന്താ? ഖിയാമുൽ ലൈൽ. ഖിയാമുൽ ലൈലിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞു, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീല. അത് പവർഫുൾ സ്റ്റെപ്പാണ് എന്ന് പറഞ്ഞു, ഏറ്റവും നല്ല കാൽവയ്പാണെന്ന് പറഞ്ഞു, ഏറ്റവും പ്രധാനമായ ഇബാദത്താണെന്ന് പറഞ്ഞു രാത്രി നമസ്കാരത്തെ. പക്ഷേ ആ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന സച്ചരിതരായ സാലിഹുകളായ മുഅ്മിനുകളെ പരിചയപ്പെടുത്തിയിടത്ത് സൂറത്തു ദാരിയാത്തിലെ 17-ാമത്തെ വചനത്തിലും അവരും അല്പമൊക്കെ ഉറങ്ങാറുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒട്ടുമുറങ്ങാതെ രാത്രി മുഴുവൻ നമസ്കരിക്കുന്നതിനെ അല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതല്ല അതിനെ. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. രാത്രിയിൽ നിന്ന് അല്പമൊക്കെ അവർ ഉറങ്ങാറുണ്ടായിരുന്നു. ഇനി ഒന്നുകൂടെ വിശദമായി അത് മനസ്സിലാക്കാൻ കഴിയും. സൂറത്ത് മുസമ്മിലിലെ ആദ്യ ഭാഗത്ത് രാത്രി നമസ്കാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചിടത്ത് മുസ്ലിം സമൂഹം അഥവാ ഉത്തമ സമൂഹമായ നമ്മുടെ ആരാധനയിൽ പോലും കാണിച്ചു തന്ന വസതിയ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. രാത്രിയിൽ നീ നിന്ന് നമസ്കരിക്കണം, ഇല്ലാ ഖലീലൻ, അല്പമൊഴികെ, അതായത് കുറേ നേരം നമസ്കരിക്കണം എന്നർത്ഥം. എന്നിട്ട് പറഞ്ഞു രാത്രിയുടെ അല്പമൊഴികെ നിന്ന് നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ പടച്ചതമ്പുരാൻ കൃത്യമായി അടുത്ത വചനത്തിൽ പറയാണ്, ഇത് മുഴുവൻ മനുഷ്യർക്കും ഒരുപോലെ നിർവഹിക്കാൻ കഴിയുന്നതല്ലല്ലോ. മുഴുവൻ മനുഷ്യർക്കും, മാനവരാശിക്ക് മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഒരുപോലെ അല്പസമയം മാത്രമെടുത്ത് ദീർഘമായ നമസ്കാരം നിർവഹിക്കാനുള്ള ആരോഗ്യമായിക്കൊള്ളണമെന്നില്ല, വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ എന്ന ശേഷം അല്ലാഹു ജഗന്നിയന്താവായ സുബ്ഹാനഹു വ തആല പറയാണ്, നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല. പകുതി നിസ്കരിച്ചോ, ഒരു മുക്കാൽ ഭാഗം ആദ്യം പറഞ്ഞിട്ടുണ്ടാവും, പകുതി നിസ്കരിച്ചോ. വീണ്ടും പറഞ്ഞു അവ ഇൻഖുസ് മിൻഹു ഖലീല, കുറച്ചും കൂടെ കുറയ്ക്കാം. എങ്കിലും രാത്രി നമസ്കാരം നിർവഹിക്കണം എന്ന ഖൈറിയത്തിനെയും അഫ്ളലിയത്തിനെയും പഠിപ്പിച്ചു. പക്ഷേ വസതിയ്യത്ത് എന്താണ്? നിന്റെ ശരീരത്തെ നോക്കണം. വല തൻസ നസീബക മിനദ് ദുനിയ. ആരാധന നിർവഹിച്ചുകൊണ്ട് തീർന്നങ്ങ് ഉരുകിത്തീർന്നു പോകാനുള്ളതല്ല. പക്ഷേ വീണ്ടും അള്ളാഹു അതിൻ്റെ അഫ്ളലിയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. അവിടെ പറഞ്ഞു ഔസിദ് അലൈ, കുറച്ച് കൂട്ടാട്ടോ, വിരോധമൊന്നുമില്ല. ഔസിദ് അലൈഹി, അതിനേക്കാൾ വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം. എന്നിട്ട് വറത്തിലിൽ ഖുർആന തർത്തീലൻ, സാവകാശക്രമത്തിൽ ആശയം ബോധ്യം വരുന്ന വിധത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകളെ, വചനങ്ങളെ അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം. വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, പ്രപഞ്ചനാഥൻ പഠിപ്പിച്ച
ആദർശത്തിൽ നിന്ന് അതിര് കവിയുക എന്നത് മത തീവ്രത തന്നെയാണ്. സൂറത്തുൻ നിസായിലെ 4-ാം അധ്യായത്തിലെ 171-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദക്കാരെ എന്ന് വിളിച്ചൊരു കാര്യം ഓർമ്മപ്പെടുത്തി. മതത്തിൽ അതിര് കവിയരുത്. യാ അഹ്ലൽ കിതാബി ലാ തഗ്ലു ഫീ ദീനിക്കും, നിങ്ങൾ മതകാര്യത്തിൽ അതിര് കവിയാൻ പാടില്ല. പഠിപ്പിക്കപ്പെട്ടതിൽ നിൽക്കുക. അതിലപ്പുറത്ത് നിങ്ങൾ സ്വയമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് പുതിയ ഒരു കാര്യത്തിലേക്ക് പോകാൻ പാടില്ല. എന്നിട്ട് അവിടെ ഓർമ്മപ്പെടുത്തിയ മറ്റൊരു കാര്യം കേൾക്കണോ? വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ പേരിൽ ഹക്കായതല്ലാതെ ഒന്നും പറയരുത്. നിങ്ങൾ അല്ലാഹുവിൻ്റെ പേരിൽ ഹക്കായത് മാത്രം പറയുക എന്ന് വീണ്ടും സൂചിപ്പിച്ചു. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മർയം റസൂലുള്ളാഹ്. ഈസ ഇബ്നു മർയം, യേശു, ഈസ അലൈഹിസ്സലാം റസൂലുള്ളയാണ്, അല്ലാഹുവിൻ്റെ ദൂതനാണ്. വകലിമതുഹു അൽഖാഹാ ഇലാ മർയം, മറിയമിലേക്ക് അല്ലാഹു ഇട്ടിട്ടുള്ള അല്ലാഹുവിൻ്റെ കലിമത്തുമാണ്. വറൂഹും മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ള ആത്മാവും മാത്രമാകുന്നു. ഈ പവിത്രതകൾ അതല്ലെങ്കിൽ ഈ ആദരവുകളൊക്കെ നൽകാം. അതിലുപരിയായി വലാ തഖൂലൂ സലാസ, തൃത്വം പറയരുത്, അതിരു കവിയരുത്. പ്രവാചകന്മാരുടെ പദവിയിൽ, മലായിക്കത്തിന്റെ പദവിയിൽ, ജിന്നുവർഗങ്ങളുടെ സ്ഥാനത്ത്, ഇങ്ങനെ ഓരോന്നിനും അല്ലാഹു നൽകിയിട്ടുള്ള സ്ഥാനവും പദവികളും എന്തൊക്കെയോ അവിടെ നിങ്ങൾ നിൽക്കണം. റസൂലുള്ള, അല്ലാഹുവിൻ്റെ റസൂൽ, റുസൂലുകൾ, അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരെ അതിരുവിട്ട് മദ്ഹ് ചെയ്ത് ആരാധനയിലേക്ക് കടന്നു പോകുന്ന അവസ്ഥ. മുഹമ്മദ് നബിയെക്കുറിച്ചോ മൺമറഞ്ഞുപോയ ശ്രേഷ്ഠ മഹത്തുക്കളെക്കുറിച്ചോ ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ നേതാക്കളെക്കുറിച്ചോ പോലും അതിരുവിട്ട വർത്തമാനങ്ങൾ ചെന്നെത്തിക്കുന്നത് ഇബാദത്തിന്റെ തലങ്ങളിലേക്കാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഉമ്മത്തുൻ വസത്ത് എന്നിടത്ത് അഫ്ളലിയത്തായ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന, ശിർക്കിലേക്ക് വ്യതിചലിച്ചു പോകുന്ന യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകാൻ പാടില്ല, അതിര് കവിയാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രപഞ്ചത്തിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് പ്രവാചകന്റെ നൂറാണെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറില്ലായിരുന്നെങ്കിൽ, സൃഷ്ടിക്കപ്പെടുന്നില്ലായിരുന്നെങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെടുകയില്ലായിരുന്നു എന്ന് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാം, ആദിമ മനുഷ്യൻ, ആദ്യ പ്രവാചകൻ ആദം നബിയുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടത് എന്നുവരെ പറയുന്നിടത്ത് തെതിയ എന്തുകൊണ്ടാണ്? ലാ തഗ്ലു ഫീ ദീനിക്കും. എന്തെല്ലാം വർത്തമാനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്തുണ്ട് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ എന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ അനുയായികളായ ആളുകൾ ഈ പറഞ്ഞ അഫ്ളലിയത്തും ഈ പറഞ്ഞ ഖൈറിയത്തും ഈ പറഞ്ഞ വസത്തിയത്തും ഒക്കെ ഉൾക്കൊള്ളണം എന്ന് വിചാരിക്കുന്ന, ഉണ്ട് എന്ന് മറ്റുള്ളവർ കരുതുന്ന സമൂഹം, അതിൻ്റെ തലപ്പത്തുള്ളവർ, അതിൻ്റെ പ്രഭാഷകർ എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മെ സങ്കടപ്പെടുത്തുകയാണ്. ഇസ്ലാമിനെ നേർക്കുനേർ പരിചയപ്പെടാൻ വിശുദ്ധ ഖുർആനിലൂടെ എല്ലാവർക്കും സാധിക്കട്ടെ, പ്രവാചക ചര്യയിലൂടെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതിനപ്പുറം ആരാധനാനുഷ്ഠാനങ്ങൾ സ്വയം സ്വീകരിക്കലും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും പോലും അദ്ലിൻ്റെയും അഫ്ളലിയത്തിൻ്റെയും മതം അനുവദിക്കുന്നില്ല എന്നുകൂടെ നമുക്ക് കാണാൻ കഴിയും. ദഅവത്തിൻ്റെ ഭാഗം പരിശോധിച്ച് നോക്കാം. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ചിന്തനീയമായ, ശ്രദ്ധേയമായ വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ
99-ാമത്തെ വചനത്തിൽ പ്രവാചകനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫഅൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ. എത്ര ചിന്തനീയമാണ്, എത്ര ഹൃദ്യമാണ് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ, ഇസ്ലാമിനെ മനസ്സിലാക്കാൻ എത്ര ലളിതമാണ്, എത്ര സന്തോഷം അറിയിക്കുന്ന മതമാണ് ഇസ്ലാം. നോക്കുങ്ങൾ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, ദഅവത്തിന്റെ മേഖലയിൽ പോലും ചൊല്ലൂട് കലിമ എന്ന് പറഞ്ഞ ചൊല്ലിക്കണ ഒരു പരിപാടി ഇല്ലാന്ന്. കാര്യം പറഞ്ഞു കൊടുക്കാം, കാര്യം പറഞ്ഞു കൊടുക്കാം. ഫദക്കിർ ഫഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. നിനക്ക് കാര്യം അവരെ അറിയിക്കുക എന്ന ബാധ്യതയുണ്ട്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, ഉത്ബോധനം നടത്തേണ്ടതേയുള്ളൂ താങ്കൾ. ലസ്ത അലൈഹിം ബിമുസൈതിർ, അവരെ നിർബന്ധിച്ച് അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല. കാര്യം പറയാം, കാര്യം അവർ കേൾക്കട്ടെ, മനസ്സിലാക്കാനുള്ള സമയമെടുക്കട്ടെ, ആലോചിച്ച് സ്വയം തീരുമാനം എടുക്കട്ടെ. ഒരാളെയും നിനക്ക് പരിവർത്തിപ്പിക്കാൻ സാധ്യമല്ലെന്ന് മറ്റൊരിടത്തും പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നമ്മളങ്ങ് വിചാരിച്ചിട്ട് ചൊല്ലിക്കൂടണ്ട, അതിൻ്റെ ആവശ്യമില്ല. നിർബന്ധിക്കാൻ പാടില്ല, നിർബന്ധിതമായ ഒരു സംഗതിയേ അല്ല. കാരണം അള്ളാഹ് തന്നെ അവിടെ തന്നെ പറഞ്ഞു ലസ്ത അലൈഹി ബിമുസൈതിർ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹിസാബും ഒരുമിച്ച് കൂട്ടലും ഒക്കെ എൻ്റെ മേൽ ബാധ്യതയാണ്, അത് നമ്മൾ നോക്കിക്കോളും. നിങ്ങളിത് എത്തിച്ചു കൊടുക്കുക, അതിൻ്റെ വലിയ ബാധ്യതയുണ്ട്. എന്താ തൊട്ട് മുമ്പ് 99-ാം വചനം 10-ാം അധ്യായം യൂനുസിൽ പറഞ്ഞത്? വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. അള്ളാഹുവിന് വേണമെങ്കിൽ ഈ ലോകത്ത് മുഴുവൻ മനുഷ്യരെയും ഒരേപോലെ വിശ്വാസികളാക്കാമല്ലോ. പക്ഷെ അങ്ങനെ അള്ളാഹ് ചെയ്തില്ല. അതാ വൈവിധ്യം. ആളുകൾക്ക് ബുദ്ധി കൊടുത്തു, രണ്ടും കാണിച്ചു കൊടുത്തു, നന്മയെയും തിന്മയെയും മുന്നിൽ വെച്ചു. ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറൻ. ശുക്ർ ആവാം, ശുക്റുള്ളവരാകാം, കുഫ്ർ സ്വീകരിക്കാം. പക്ഷേ ശുക്റാണെങ്കിൽ അബ്റാർ എന്ന നാമകരണം നൽകും നാം. ഇന്നൽ അബ്റാറ എന്ന് പറഞ്ഞ് അവർക്കുള്ള സ്വർഗ സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അല്ല, കുഫ്റാണെങ്കിൽ ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വ അഗ്ലാലൻ വ സഈറ. ഇത്രയും ഓർമ്മപ്പെടുത്തി. ഇത് തന്നെയേ ബാധ്യതയുള്ളൂ, ആരെയും നിർബന്ധിക്കേണ്ട. അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ എന്ന് ചോദിക്കാം. സഹോദരങ്ങളെ, അവസാനിപ്പിക്കാം. ഏത് നിലയ്ക്കും നിങ്ങൾ ഉത്തമരാവണം എന്നാണ്, അഥവാ നമ്മൾ ഉത്തമരാവണം, ഉത്തമരാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം അല്ലാഹു സുബ്ഹാനഹു വ തആല. 3-ാം അധ്യായത്തിൽ ഒരു വചനം നമുക്ക് ഈ ജുസ്ഇന്റെ പാഠത്തിലേക്ക് ചേർത്ത് വെക്കാം. 3-ാം അധ്യായം സൂറത്ത് ആലു ഇംറാനിലെ 110-ാമത്തെ വചനത്തിൽ നമ്മെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. കുന്തും ഖൈറ ഉമ്മ. നിങ്ങളാണ് കേട്ടോ ഏറ്റവും ഉത്തമ സമൂഹം. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ മനുഷ്യവംശത്തിനു വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു. നിങ്ങൾ സദാചാരം കൽപ്പിക്കുക, ദുരാചാരത്തിൽ നിന്ന് വിലക്കുക, അള്ളാഹുവിൽ വിശ്വസിക്കുക. ഈ ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് അള്ളാഹു സൂചിപ്പിച്ചിടത്ത് ഹൈർ ഉമ്മത്താവാനുള്ള പ്രധാന കാരണം പറഞ്ഞത്. ഒന്നാമത് ഇതാണ്, അംറും ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുക എന്നതാണ്. രണ്ടാമത് പറഞ്ഞത് നഹ്യുൻ അനിൽ മുൻകർ എന്നതാണ്. നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും ചെയ്യുന്നതിന് മുമ്പ് നന്മ പ്രാവർത്തികമാക്കുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് ആദ്യ അവസ്ഥ, ആദ്യ പടി. എന്നിട്ട് ആ നന്മയിലേക്ക് ക്ഷണിക്കുക. തിന്മ നാട്ടിൽ കാണുമ്പോൾ വിരോധിക്കുക. ആത്മാർത്ഥമായി നമ്മളൊന്ന് ചോദിച്ചു നോക്കുക. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വിശുദ്ധ ഖുർആനിലെ അവസാന ജുസ്ഇൽ അവസാന ഭാഗം വരുന്ന ചെറിയൊരധ്യായമായ വൽ അസ്ർ പാഠഭാഗത്ത് വരുന്നുണ്ട്. നമ്മുടെ 30 ജുസ് പഠനത്തിൽ വരുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. അവിടെ പറഞ്ഞ 4 അടയാളങ്ങളുണ്ട്. നഷ്ടം വരാത്ത
4 ലക്ഷണങ്ങളുള്ള ആളുകളെ പറഞ്ഞെടുത്ത് ആമനു വ അമിലു സാലിഹാത്ത് കഴിഞ്ഞ ശേഷം പറയുന്ന 2 എണ്ണം ഈ ഉപദേശങ്ങളാണ്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. എൻ്റെ കുടുംബത്തിൽ എൻ്റെ സ്വന്തം മക്കളോട്, എൻ്റെ ഇണയോട്, അല്ലെങ്കിൽ എൻ്റെ ഇണയ്ക്ക് എന്നോട്, മക്കളോട് നന്മ ഉപദേശിക്കാനുള്ള, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറയാറുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട് എന്നോർക്കുക. നമുക്ക് എളുപ്പമാണ്, പ്രായമുള്ളവർ നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ദീൻ പഠിച്ച് പള്ളിയുമായി ബന്ധമുള്ള, ഖുർആനുമായും തിരുസുന്നത്തുമായി ബന്ധമുണ്ടായിരുന്ന മാതാപിതാക്കളുടെ മക്കളായ നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ ഉപദേശങ്ങളെ കാണാൻ കഴിയും. നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് എപ്പോഴും സ്നേഹത്തോടുകൂടെ ഉപദേശങ്ങൾ നടത്തിയത് കാണാൻ കഴിയും. അംറും ബിൽ മഅറൂഫ്. നമ്മളും ഐക്ക് കെട്ടി ദൂരെയുള്ള ഇതുവരെ പരിചയമില്ലാത്ത ഒരുപാട് ആളുകളോട് മഅറൂഫ് കൽപ്പിക്കുന്നതിനപ്പുറം, അതിനിപ്പുറം നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടിയിരുന്നു. ലുഖ്മാനുൽ ഹക്കീം മകനോട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ ശേഷം യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറ ഔ ഫിസ് സമാവാത് ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു സൂക്ഷ്മമായ മുഴുവൻ കാര്യങ്ങളെയും അറിയുന്നവനാണ്, അന്യൂനനാണ് അല്ലാഹു എന്ന് പരിചയപ്പെടുത്തുമ്പോൾ പിഞ്ചു മകനെ ഓർമ്മപ്പെടുത്തിയത് 10-11 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് മകനെ പഠിപ്പിച്ചു കൊടുത്തത് എന്താണെന്നറിയോ? തൗഹീദിന് ശേഷം മോനെ, ജീവിതത്തിൽ ചെയ്യുന്ന എത്ര ചെറുതായിരുന്നാലും, എത്ര നിസ്സാരമെന്ന് നിനക്ക് തോന്നുന്നതായിരുന്നാലും, അതേതെങ്കിലും പാറമടക്കിൽ വെച്ച് ആരും അറിയാതെ നീ ചെയ്താലും, അത് ആകാശത്തിന്റെ ഏതെങ്കിലും കോണിൽ ആകാശയാത്രയിലായിരുന്നാൽ തന്നെയും, ഭൂമിയുടെ ഏതെങ്കിലും മറവിൽ, റിസോർട്ടുകളുടെ മറവിൽ എവിടെയെങ്കിലും വെച്ച് നീയും അവരും അവളും അവനും മാത്രം ചെയ്തതായിരുന്നാലും അല്ല കാണും കേട്ടോ എന്ന് പഠിപ്പിച്ചു കൊടുത്ത ലുഖ്മാനുൽ ഹക്കീമിന്റെ മാർഗം ഖൈരിയത്തിൻ്റെതാണ്, അഫ്ദലിയത്തിൻ്റെതാണ്. അവിടേക്ക് എത്താൻ നമുക്കും സാധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു എന്ന് പറഞ്ഞ വസതിയത്തിന്റെ മാർഗം. അവർ ധൂർത്ത് കാണിക്കുകയില്ല, അവർ പിശുക്ക് കാണിക്കുകയില്ല. വകാന ബൈന ദാലിക ഖവാമ. അവർ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ്. നേരത്തെ സൂചിപ്പിച്ചു, ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചു, സംക്ഷിപ്ത സംസാരത്തിൽ ഈ അധ്യായത്തിൽ തന്നെ, ഇത് ജുസ്ഇൽ തന്നെ ഭക്ഷണ രീതികളെക്കുറിച്ച് പഠിപ്പിച്ചിടത്ത് സൂചിപ്പിച്ച കാര്യം സൂറത്ത് ആറാഫിലെ 31-ാമത്തെ വചനം അതിലേക്ക് ചേർത്ത് വെക്കാം. വകുലൂ വശ്റബൂ. നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങൾക്ക് കുടിക്കാം. വലാ തുസ്രിഫു. പക്ഷേ തിന്നൂടരുത്, കുടിച്ചൂടരുത്, അമിതമാകരുത് എന്ന് പഠിപ്പിച്ചു. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇസ്രാഫ് കാണിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, ഈ വിഷയകമായി ഒരുപാട് ഇനിയും പഠിപ്പിക്കാനുണ്ട്, ഓർമ്മപ്പെടുത്താനുണ്ട്, സ്വയം ഓർത്തെടുക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതായുമുണ്ട്. നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അല്ലാഹുമ്മ നജ്ജിന മിനൽ ഖൗമിൽ ളാലിമീൻ എന്ന പ്രാർത്ഥന മാത്രമല്ല, അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന എന്ന പ്രാർത്ഥന മാത്രമല്ല, അതിലപ്പുറത്ത് നമസ്കാരങ്ങളുടെയും വ്രതാനുഷ്ഠാനങ്ങളുടെയും ഇടയ്ക്കുള്ള ആദ്യാന്തങ്ങളിലുള്ള ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലെ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ നിലപാടുകൾ മധ്യമ നിലപാടുകളായിരിക്കണം, ഏറ്റവും ഹൈറായ നിലപാടായിരിക്കണം, ഏറ്റവും അഫ്ളലായ തലങ്ങളിലേക്ക് നമ്മെക്കൊണ്ട് ആളുകൾ ചിന്തിക്കുന്ന വിധത്തിലായിരിക്കണം. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മറ്റു നാടുകളിലൊക്കെ വിവാഹത്തിൻ്റെ ധൂർത്തും ആർഭാടവും ഇനി കാണുമ്പോൾ അത് കേസെടുക്കപ്പെടും എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലെ വിവാഹത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല. നമ്മൾ വലിയ അഫ്ളലിയത്ത് പറയും, വലിയ വസതിയത്ത് പറയും, ഹൈരിയത്ത് പറയും. പക്ഷെ സ്വന്തം മോളെ കല്യാണം വരുമ്പോൾ ആരായിരുന്നാലും ഒക്കെ മറന്നുപോവാ. ഈ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചുള്ള വാർത്ത വന്ന സമയത്ത് ഒരു പെട്ടിക്കോളം കണ്ടു. എന്തിനിത്ര എതിർക്കണം? വലിയ പൈസക്കാരൻ വലിയ കല്യാണം നടത്തിക്കോട്ടെ, പന്തലുകാരന് പണിയിട്ടില്ലേ, കുറേ ആൾക്കാർക്ക് ചോറിട്ടില്ലേ എന്നൊക്കെയാ ചോദ്യം. കുറേ ആൾക്കാർക്ക് ചോറിട്ടി അന്ന് ഒരാടെ തിന്നാനുള്ള സമയത്തായിരിക്കും. അന്ന് നമ്മൾ വേറെ ചോറ് കൊടുത്തിട്ട് കാര്യമില്ല.
അങ്ങനെയല്ല കുറേ ആൾക്കാർക്ക് ചോറ് കൊടുക്കേണ്ടത്. ഓരോരുത്തരുടെയും ഭക്ഷണ ആവശ്യം കണ്ടറിഞ്ഞ് ആ സമയത്ത് കൊടുക്കണം. അതാണ് അഫ്ളലായ മാർഗം. ഞാൻ സൂചന മാത്രം തന്നതാണ് വിഷയത്തിൽ. നമ്മൾ ഇനിയും നമ്മളെ തിരുത്താൻ സന്നദ്ധമായിട്ടില്ല സഹോദരങ്ങൾ. ഞാൻ എന്നെ ഓർത്തുകൊണ്ട് തന്നെ പറയണത്, നമ്മൾ നമ്മെ തിരുത്താൻ സന്നദ്ധമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നേർക്ക് കൈകൾ വരുന്നത്. നമ്മുടെ നേർക്ക് നമ്മൾ ഇതുവരെ കൈ തിരിച്ചിട്ടില്ല. ഞാൻ ആ വിഷയത്തിൽ എങ്ങനെയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നിടത്ത് മാത്രമാണ് ഞാനുള്ളത്. നമ്മൾ ഓരോരുത്തരും പലരും ഉള്ളത്. ഞാൻ അടച്ച് പറയല്ല, പലരും അങ്ങനെയാണ്. ഇനിയും ഒരുപാട് മാറാനുണ്ട് നമ്മൾ എന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇസ്രാഫിൽ നിന്ന് മാറാൻ, ആവശ്യത്തിനപ്പുറത്ത് പ്രവർത്തിക്കുന്നതൊക്കെ ഇസ്രാഫ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഇസ്രാഫ, വ്യത്യസ്തത വരുത്തുന്നത് ഇസ്രാഫ. അൽ മുബാലഗ എന്നാണ് അതിന് പറയാ. അൽ മുബാലഗതു ഫിൽ മഅ്കൽ, ഭക്ഷണത്തിൽ ആവശ്യത്തിലപ്പുറം ഉണ്ടാക്കുക. ഒരു നേരം തിന്നാൻ 16 തരം കറിയും 16 തരം ഭക്ഷണമൊക്കെ എന്തിനാ അതിൻ്റെ ആവശ്യം? കഴിഞ്ഞ ദിവസം ഒരു ഹൗസ് വാമിങ്ങിന് സുഹൃത്തിനോട് ചോദിച്ചു, എന്താ ഭക്ഷണം എന്ന്. അവൻ പറഞ്ഞു, ഒന്നുമില്ല, ചോറുണ്ട്, ഒരു ബീഫ് ബിരിയാണി ഉണ്ട്, കോഴി പൊരിച്ചുകൊണ്ട്, ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഒന്നും ഉണ്ടാക്കാൻ ഇനി പറയരുത് എന്ന്. സന്തോഷം. സുന്ദരമായി ആ ഹൗസ് വാമിങ് കഴിഞ്ഞു തീർന്നുപോയി. എന്ത് സന്തോഷം എന്നറിയോ? വേണേ ആലോചിക്കാം, ബിരിയാണി, ബീഫ് ബിരിയാണി പറ്റാത്തവന് ലേശം ചിക്കൻ ബിരിയാണി വെക്കാം, അതും പറ്റാത്തവന് കുറച്ച് മന്തി വെക്കാം, ആടുമന്തി വെക്കാം, ബീഫ് മന്തി വെക്കാം. ഇങ്ങനെ എന്തെല്ലാം വിളമ്പാൻ പറ്റും. കിട്ടാവുന്നത്ര മൃഗങ്ങളെയെല്ലാം കൊന്നൊടുങ്ങി വർണ്ണങ്ങളായ വർണ്ണങ്ങളിലുള്ള പല പ്ലേറ്റുകളിൽ നിരത്തിയിട്ട് ഇതിലേത് തിന്നണം, എങ്ങനെ തിന്നണം എന്ന് പോലും അറിയാതെ സ്വന്തം പിടിച്ചു പോക്കാൻ പറ്റായിട്ട് കുത്തിക്കയറ്റി വടി വരെ വെച്ചിട്ട് അതിൻ്റെ മുമ്പ് കൊണ്ടുവച്ചു. എങ്ങനെ ഇതെല്ലാം തിന്നണ്ടെന്ന് പോലും അറിയില്ല. അഫ്ദലിയത്തിന്റെ, വസതിയത്തിന്റെ, ഖൈരിയത്തിന്റെ മതമായ ആ മതത്തിന്റെ അനുയായികളായ മുസ്ലിംകളിൽ വിശിഷ്യ അല്ലാഹുവിനെ മാത്രം ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, അവനെ മാത്രം ആരാധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വഷ്കുറു നിഅമതല്ലാഹ്, അതിന്റെ മുമ്പിൽ അങ്ങനെയുള്ള ആദ്യം അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദിയുള്ളവരാകണം നിങ്ങൾ എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെങ്കിലും മാതൃക കാണിക്കണം. ഇപ്പൊ അൽഹംദുലില്ലാ ക്ഷണിക്കപ്പെട്ട അതിഥികളെ അവർക്ക് ആതിഥേയത്വം നൽകാൻ ഇപ്പൊ ആളുകൾ സന്നദ്ധ. മറ്റത് കുറച്ചു മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ആരാ വിളിച്ചതെന്നും ആരാ വിളിക്കപ്പെട്ടതെന്നൊന്നും ഓർമ്മയില്ലായിരുന്നു. ഹോട്ടലിൽ കയറി തിന്നും പോലെ, അല്ലെ പോണ വഴിക്കൽ ഭക്ഷണം കണ്ടിട്ട് കയറി തിന്നുന്ന പോലെ കഴിച്ചു പോകുന്ന കല്യാണവും കൂടുതലും ഒക്കെ ആയിരുന്നു നമ്മളെ പലരുടെയും വീടുകളിൽ ഉണ്ടായിരുന്നത്. വിളിച്ച മനുഷ്യന്മാരെ ഒന്ന് നല്ലപോലെ ഇരുത്തിയിട്ട് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, വേറെ ആരെയും കാണുന്നില്ലല്ലോ, അമ്മായി ഏട് പോയി എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് ഇങ്ങനെ പിടിച്ചിങ്ങോട്ട് ഇരുത്തിയിട്ട്, എന്നാൽ തിന്നാത്തവരൊക്കെ വരി ഇരിക്കല്ലേ എന്ന് ചോദിച്ചൊന്ന് കൊണ്ടുപോയി ഇരുത്തിയിട്ട് എന്നിട്ട് അതിൻ്റെ അടുത്തൂടെ ഒന്ന് പോയിട്ട് ഇതാ കുറച്ചുകൂടി എന്താ ഇപ്പൊ കുറഞ്ഞതല്ലോ, തീരെ തിന്നില്ലേ, ഇങ്ങനെയുള്ള ഒരു ആതിഥ്യ മര്യാദ മുസ്ലിംകളിൽ ഉണ്ടായിരുന്നു. ഇന്ന് എവിടെ അത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മളല്ലാതെ നമ്മളോട് ആരാ ചോദിക്കേണ്ടത് സഹോദരങ്ങളെ? മറ്റുള്ളവർ നമ്മെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ പറയുന്നുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ ധൂർത്തും ആർഭാടവും ആരിലാ ഉള്ളത് എന്ന് നമ്മൾ തന്നെ നമ്മളെ പറയണത് മോശമല്ലേ എന്നൊക്കെ ചോദിക്കും. അല്ല അപ്പൊ ആരാ പറയാ? വേറെ ആൾക്കാർ പറയോളം ഇങ്ങനെ പോവേ. നമ്മൾ ആലോചിക്കണം. തീർച്ചയായും നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ ഇനിയും ഒരുപാട് തിരിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വയനാട് ജില്ലയിൽ ഒരു കല്യാണത്തിന് പോയ ഒരു അനുഭവം ഇതിനകത്ത് ചേർത്ത് വെക്കട്ടെ. ഏതായിരുന്നാലും ഒരു 10-15 ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടാവും ഭക്ഷണം കഴിച്ചോന്ന്. ഒറ്റ നേരം ഭക്ഷണം കഴിച്ചാൽ മതി. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഭക്ഷണം കഴിച്ചോ. എന്ത് സന്തോഷത്തോടെ അറിയോ. അപ്പം ഞാൻ അവസാനം ഈ വീട്ടുടമ കല്യാണം വിളിച്ച ആളോട് ഞാൻ ചോദിച്ചു, അല്ലേ എത്ര ആൾക്കാരെന്നോട് വല്ലാതെ സന്തോഷം ഉണ്ടായിട്ട് നിങ്ങളൊന്ന് അഭിനന്ദിക്കുകയാണ് ഏതായാലും എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പർ എൻ്റെ രഹസ്യം പറഞ്ഞു തന്നെ. അതെന്താ അറിയാമോ ഷാക്ക, കാര്യതാ, പിന്നെ ഞങ്ങളിവിടെ ഇന്നാട്ടുകാരല്ലാത്ത മുഖപരിചയമില്ലാത്ത ആളുകളെ കണ്ടാൽ ആ കണ്ടോം പൊരക്കാരനാവുന്നു. ആ കണ്ടോം പൊരക്കാരനാവും. എന്നിട്ട് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. അങ്ങനെ കുറേ പൊരക്കാരെ എനിക്ക് കിട്ടി. എന്ത് സന്തോഷമുള്ള കല്യാണം, എന്തൊരു സുഖം അവിടെ പോയി പോരാൻ. പക്ഷേ നമ്മൾ പലരും അങ്ങനല്ല. കല്യാണം കഴിയാനാകുമ്പോൾ ഇങ്ങനെ ചോറ് തീർന്ന് രണ്ടാമതും അരിയിട്ടിട്ട് ഒരു ഉപ്പ, ഒരു ഗൃഹനാഥൻ ചോദിച്ച ചോദ്യമാണ്. ആ നാട്ടിലെ ഏറ്റവും പ്രമാണിയായ സമ്പന്നനായ ഒരു മനുഷ്യൻ്റെ പേര് മുമ്പിൽ ചേർത്തിട്ട് ചോദിച്ചാൽ അതിനേക്കാളും വലുതായില്ലേ നമ്മളെ കല്യാണം എന്ന് ചോദിച്ചു. അതാ കല്യാണം. അങ്ങനെ ആവരുത് എന്ന് രണ്ടാം ജുസ്ഇലെ 2-ാമത്തെ വചനം മുതൽ നമ്മെ ഓർമ്മപ്പെടുത്തിയെങ്കിൽ, ഖുർആൻ പഠനം തുടങ്ങി 20 പേജ് കഴിയുമ്പോഴേക്ക്, ഫാത്തിഹ മുതൽ 20 പേജ് കഴിയുമ്പോഴേക്ക് സമൂഹം ഉത്തമ സമൂഹമായി മാറണം. ഉത്തമ സമൂഹത്തിൻ്റെ ഒരു കണ്ണിയായി, ഒരു വ്യക്തിയായി മാറാൻ കഴിയണം എന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറയുന്ന, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ ശീലമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പഠനമാർഗത്തിൽ മുന്നേറുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗത്തെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അള്ളാഹു പ്രത്യേകം കാവൽ ഏർപ്പെടുത്തി രക്ഷ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശത്രുകരങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള യോഗ്യതയുള്ളവരായി മാറാൻ അള്ളാഹു കരുത്തുറ്റ ഈമാൻ നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ കുടുംബത്തിലെ ഒരുപാട് ആളുകൾ, മാതാപിതാക്കളും കുട്ടികളും ഇണതുണകളുമായി ഒരുപാട് ആളുകൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവെ, അവരുടെ എല്ലാം പാപങ്ങളൊക്കെയും പുറത്ത് അവർ ചെയ്ത നന്മകൾക്ക് 10 മടങ്ങ് പ്രതിഫലം നൽകി സ്വർഗാവകാശികളായി ചേർക്കണമേ റഹ്മാനായ റബ്ബേ. ഞങ്ങളുടെയും പാപങ്ങൾ പുറത്ത് ഞങ്ങളെയും അവരെയും ഒക്കെ നിൻ്റെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണമേ റഹ്മാനായ റബ്ബേ. ഞങ്ങളുടെ ഒരുപാട് നിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന, രാപ്പകലുകൾ പ്രവർത്തിക്കുന്ന തൗഹീദിൻ്റെ പ്രവർത്തകരായ ഒരുപാട് സഹോദരി സഹോദരങ്ങൾ ഇന്നും ആശുപത്രിയിൽ ചികിത്സയിലായിട്ടുണ്ട്. അവരൊക്കെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരാണ്. അല്ലാഹുവേ, അവരുടെ എല്ലാം രോഗങ്ങളിൽ നിന്ന് ശമനം നൽകണമേ. ആ രോഗം അവർക്കുള്ള പാപമോചനത്തിൻ്റെ ഭാഗമായി കണക്കാക്കണമേ റഹ്മാനായ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. اللهم ربنا تقبل منا دعاءنا وصلاتنا وصيامنا وقيامنا وسائر أعمالنا يا رب العالمين. اللهم انصرنا من أيدي الظالمين. اللهم نجنا من ظلم الظالمين. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم اكتب لكل واحد منا براءة من النار وأمانا من العذاب يا رب العالمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعلنا من الذين يتلون الكتاب حق تلاوته واجعلنا من الذين يدرسون الكتاب حق دراسته واجعلنا من الذين يعملون بالكتاب حق عمله يا رب العالمين. آمين 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 برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا من لا نبي بعده وعلى آله وصحبه أجمعين.